ഒരു കമ്പനി എങ്ങനെയാണ് ഒരു നല്ലൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പേഴ്സണെ കണ്ടെത്തേണ്ടത്? ആക്ച്വലി ഏതൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി എടുത്താലും എക്സ്പീരിയൻസ് ആണ് അവിടെ ഏറ്റവും വലിയ ഫാക്ടർ ആവുക. ആക്ച്വലി എക്സ്പീരിയൻസ് തന്നെ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളൊരു പർട്ടിക്കുലർ കാറ്റഗറിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് ആക്ച്വലി. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ കാറ്റഗറിയിൽ തന്നെ എക്സ്പീരിയൻസ് ഉള്ള ഒരു കമ്പനി ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ കമ്പനി ചൂസ് ചെയ്യാനാണ് എപ്പോഴും നല്ലത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവോക്ക് എന്നുള്ള കമ്പനി ഞങ്ങൾ കുറെ കാറ്റഗറീസ് ചെയ്യുന്നുണ്ട് ആക്ച്വലി. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഇപ്പൊ എഡ്യൂക്കേഷൻ, ഇപ്പൊ അത് അത്രയും ഇതല്ല, പക്ഷെ എഡ്യൂക്കേഷൻ എബ്രോഡ് ഒരു കാറ്റഗറി, സപ്പോസ് ഒരു കാറ്റഗറി നമ്മളതിനകത്ത് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരുപാട് ബ്രാൻഡ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് ആക്ച്വലി. അപ്പൊ ആ കാറ്റഗറിയിലെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആരാണ് അവരുടെ ഒരു കൈൻഡ് ഓഫ് ഓഡിയൻസ് ആരാണ് ആക്ച്വലി. അപ്പൊ ആ ഓഡിയൻസ് ട്യൂണിങ് നമുക്ക് വളരെ എളുപ്പമാണ് ആക്ച്വലി. കുറച്ചുകൂടെ ക്വാളിറ്റി ലീഡ്സ് കൊണ്ടുവരാൻ നമുക്ക് അറിയാം ആക്ച്വലി. സോ നമുക്ക് ആ എക്സ്പീരിയൻസ് ഭയങ്കര ഇതാണ്. അപ്പൊ നമ്മുടെ പെർ ലീഡ് കോസ്റ്റ് വളരെ കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ആക്ച്വലി. നേരെ മറിച്ച് അതിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളുടെ അടുത്ത് തന്നെ ചെയ്യാൻ പറ്റില്ല എന്നല്ല, അവര് ചിലപ്പോൾ കുറച്ച് സമയം എടുക്കുമായിരിക്കും അത് പഠിച്ച് അതിന്റെ എക്സ്പീരിയൻസിലേക്ക് വരാനായിട്ട് ആക്ച്വലി. അപ്പോൾ ഒരു എക്സ്പീരിയൻസ്ഡ് കമ്പനി ആണെങ്കിൽ നമുക്ക് സഡൻ ആയിട്ട് ഇത് കിട്ടും ആക്ച്വലി. എൽദോ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളൊരു ബ്രാൻഡ് ഒരു ഡിജിറ്റൽ മാർക്കറ്ററെ ഏൽപ്പിക്കുന്ന സമയത്ത് അവന്റെ എക്സ്പീരിയൻസും അവന്റെ എക്സ്പെർട്ടൈസും ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. അതെ, ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. അതെ, അവിടെ വർക്ക് ഫോർ എക്സാമ്പിൾ ഒരു ഏജൻസി എന്ന് പറയുമ്പം അവിടെ ഓണർ മാത്രം, ഇപ്പൊ എംപ്ലോയീസ് ആയിരിക്കുമല്ലോ അതിന്റെ വർക്ക് എക്സിക്യൂഷൻ ചെയ്യുന്നത് ആക്ച്വലി. അപ്പൊ അവിടെ ഇരിക്കുന്ന സ്റ്റാഫിന്റെ എക്സ്പീരിയൻസും ഭയങ്കര ഫാക്ടറാണ് ഇതിനകത്ത് ആക്ച്വലി. ഇവന് കഴിഞ്ഞ ഇതേ പാറ്റേണിൽ ഒരു ബിസിനസിനെ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ സബ്മിറ്റ് ചെയ്ത സമയത്ത് എന്ത് റിസൾട്ട് ആണ് കിട്ടിയത്, എങ്ങനെയാണ് പെർഫോം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിയാനായിട്ട്. അതെ, ഫോർ എക്സാമ്പിൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ BCA MCA എന്തെങ്കിലുമൊക്കെ ചെയ്ത ശേഷം ഒരു 2 months 3 months അല്ലെങ്കിൽ 6 months ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് കഴിഞ്ഞാൽ യു ക്യാൻ അപ്ലൈ ഫോർ എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊഫൈൽ. ഫ്രഷേഴ്സിനെ ഞാൻ റിക്രൂട്ട് ചെയ്യാറുണ്ട്, പക്ഷെ ചിലപ്പോൾ ഒരു 100 പേരെ ഇന്റർവ്യൂ ചെയ്ത് കഴിയുമ്പോഴാണ് ഒരാളെ നമ്മൾ റിക്രൂട്ട് ചെയ്യണത് ഫ്രഷേഴ്സിനെ. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാരണം ആക്ച്വലി. അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ആ തിയററ്റിക്കൽ ആയിട്ടുള്ള കുറെ നോളജ് ഇവർക്ക് ഉണ്ടാവും. അപ്പൊ നമ്മള് പേസിയോ എന്താന്ന് ചോദിച്ചാൽ അവരത് പറയുമായിരിക്കും, ഗൂഗിൾ ആഡ്സിന്റെ സ്ട്രാറ്റജി എന്താന്ന് ചോദിച്ചാൽ പറയുമായിരിക്കും, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ അവർ ഉത്തരങ്ങൾ പറയും. പക്ഷെ റിയൽ ആയിട്ട് ഇപ്പൊ നമ്മളൊരു കേസ് സ്റ്റഡി, ഒരു എക്സാമ്പിൾ ഒരു പർട്ടിക്കുലർ ബിസിനസ് നിങ്ങൾക്ക് തന്നു, വാട്ട് ഷുഡ് ബി യുവർ സ്ട്രാറ്റജി ടു ഡു ദിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കൃത്യമായിട്ടുള്ള ഉത്തരം അവർക്ക് ഇല്ല. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ മാർക്കറ്റിംഗ് എന്നുള്ള വാക്കിനെ പറ്റി അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഒരു ക്ലാരിറ്റി ഇല്ല. ആരാണ് അതിന്റെ യൂസർ, ആരാണ് എന്റെ എൻഡ് കൺസ്യൂമർ, ബ്രാൻഡ് എന്താണ് എൻഡ് കൺസ്യൂമറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഈ എൻഡ് കൺസ്യൂമറിന്റെ ഏത് കാറ്റഗറി പെടുന്ന ആളുകളാണ് അതിന്റെ ഇല്ല. അത് എത്രത്തോളം അറിയുന്നോ അത്രത്തോളമാണ് നമുക്ക് നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റുക.